നമ്മളിന്ന് ചക്കപ്പൊതി ഉണ്ടാക്കുകയാണ്. ചക്ക പലഹാരം എന്ന് പറയും, ചക്ക അട എന്ന് പറയും. ഞാനിത് ചക്ക കിട്ടുന്ന സമയത്ത്, അതായത് വെക്കേഷൻ ഏപ്രിൽ മെയ് ആ സമയത്ത് ധാരാളം ചക്ക കിട്ടുമല്ലോ, ചക്കപ്പഴം കൊണ്ട് വരട്ടി നെയ്യും പിന്നെന്താ ശർക്കരയും കൂട്ടി വരട്ടി വെച്ചതാണിത്. ഇതുകൊണ്ട് നമ്മൾ ചക്ക പലഹാരം ഇന്ന് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇത് ആ ചക്ക വരട്ടിയതും പിന്നെ അതിൽ ശർക്കര നോക്കിയപ്പോൾ ധാരാളം നല്ലോണം പാകത്തിനുണ്ട്. അതും ഈ അരിപ്പൊടിയിൽ നിന്ന് ഒരു ഗ്ലാസ് അരിപ്പൊടിയും ഒരു മുറി നാളികേരം, ഒരു വലിയ മുറി നാളികേരം ഞാൻ ചിരകി കൂട്ടുകയാണ് ചെയ്തത്. ചിലർക്ക് ഇതിൻ്റെ കഷ്ണമായിട്ട് കൊത്തായിട്ട് ഇടുകയാണ് ഇഷ്ടം. ഞാൻ ചിരകി കൂട്ടുകയാണ് ചെയ്തത്. ഇത്രയും കൂട്ടി നന്നായിട്ട് ഒരു നുള്ളു ഉപ്പ്, ഒരു 1/4 സ്പൂണ് പോലും വേണ്ട, ഒരു നുള്ളു ഉപ്പ് ഒന്ന് ബാലൻസ് ചെയ്യാൻ, ആ മധുരത്തിനെ ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പും കൂട്ടി നന്നായിട്ട് കുഴച്ച് വയ്ക്കുക. നമ്മൾ ആ കുഴച്ച് വെച്ചതിനെ ഇങ്ങനെ ഓരോ ഉരുളയാക്കി എടുക്കണം. ഒരു ചെറിയ ഉരുള എടുത്തിട്ട് നമ്മൾ പ്ലാവിലയിലാണ് വെക്കണത്. പ്ലാവിലയിൽ അല്ലെങ്കിൽ പ്ലാശിൻ്റെ ഇല നല്ലതാണ്. പിന്നെ ഒന്നുമില്ലെങ്കിൽ വാഴയിലയിലും വെക്കാം. ഇതിനെ ഇങ്ങനെ മടക്കി നമ്മൾ തുളച്ച് ഇതങ്ങനെ വയ്ക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഇഡലി ചെമ്പിൽ ആവി കയറ്റിയെടുക്കുക. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ കുറച്ചിതാ ഇങ്ങനെ ഉരുട്ടി ഇതിൽ വെച്ചിരിക്കുകയാണ്. ഇനി അതിനെ തുളയിലേക്ക് കയറ്റണം. നമ്മളെല്ലാം ഇലയിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇതിനെ നമുക്ക് ഓരോന്നോരോന്ന് അടുത്തെടുത്ത് ആവി കയറ്റാം. ഇങ്ങനെ വെറുതെ പെറുക്കി വെച്ചാൽ മതി. ഇഡ്ഡലി തട്ടിലോ ആവി കയറ്റണ പാത്രം ഉണ്ടെങ്കിൽ അതിലോ അങ്ങനെ വെറുതെ പെറുക്കി വയ്ക്കുക. ഒരു 15 മിനിറ്റ് വേവിക്കുക. ആവി കയറ്റാം. ഒരു 15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. നമുക്കിതാ ഒന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്യാണ്. ഇത് ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ ഇങ്ങനെ ഇലയിൽ ഒട്ടാതെ കിട്ടണം. അപ്പോഴാണ് വെന്തൂന്ന് മനസ്സിലാവുക. അങ്ങനെ അപ്പോൾ ഒട്ടി പിടിക്കണില്ലല്ലോ, അപ്പോൾ വെന്തു. നമുക്ക് ഉള്ളിയും മുളകും കൂടി, അല്ല ഉള്ളിയും മുളകും വലിയ ഇതില്ല, പച്ചമുളകാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ചുമന്ന മുളക്, നമ്മുടെ കടയിൽ കിട്ടുന്ന മുളക് വറുത്തിട്ട് അതും വെളിച്ചെണ്ണയും കൂടി പൊടിച്ച് അതിലിങ്ങനെ ഒപ്പി കഴിക്കാനും നല്ലതാണ്. അപ്പോൾ ഇന്ന് വെച്ചാൽ മധുരം വല്ലാണ്ട് വേണ്ടാന്നുള്ളവർക്ക് ചെറിയൊരു കുറവ് വരും ആ മുളകിൽ ഒപ്പി. എനിക്കൊക്കെ അങ്ങനെ ഇഷ്ടമാണ്. അല്ലെങ്കിൽ വെറുതെ തിന്നാനും 4 മണി ചാക്കിയോ ഇവിടെ എങ്ങനെയായാലും പോകും. അത്താഴവും കൂടെ ഇത് മതി കുട്ടികൾക്ക്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കുക. ചക്കയൊക്കെ വരട്ടി വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചാൽ എത്ര കാലം ഇരിക്കുന്നറിയോ. നന്നായിട്ട് മറ്റേ നെയ്യും ശർക്കരയും കൂട്ടി നന്നായിട്ട് വരട്ടി കുറേ ദിവസം എടുത്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ കുട്ടികളൊക്കെ വരുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കാം. എല്ലാവരും ഉണ്ടാക്കി ട്രൈ ചെയ്യുക, അഭിപ്രായം പറയുക.